ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഡയബറ്റീസ് ആണല്ലോ കൂടുതലും ഉള്ളത്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതാണല്ലോ സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ കണ്ണിനെ ബാധിക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. ഇപ്പോൾ ഡയബറ്റീസ് നമുക്കറിയാം, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഈ കണ്ണിൻ്റെ രക്തക്കുഴലുകളിൽ, അതിൻ്റെ ചുവരിൽ, രക്തക്കുഴലിൻ്റെ ചുവരുകളിൽ ചെറിയ ചെറിയ ഡാമേജ് വരികയും അതുവഴി ബ്ലഡ് ലീക്കാവുകയും ചില രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈ രക്തക്കുഴലുകൾ വഴി റെറ്റിനയിൽ ഫുള്ള് എല്ലാ സ്ഥലങ്ങളിലും ഓക്സിജൻ എത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നത്, ആ അടഞ്ഞു പോകുന്ന ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന ഓക്സിജൻ എത്താതെ വരികയും അവിടെ ഒരു ഇസ്കീമിക് സ്റ്റേറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കണ്ണ് ഈ പുതിയ രക്തക്കുഴൽ ഉണ്ടാക്കി ആ ഭാഗത്തേക്ക് രക്തം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന രക്തക്കുഴലുകളെ പോലെ സ്ട്രെങ്ത് ഉള്ള രക്തക്കുഴലുകളായിരിക്കത്തില്ല. അത് പെട്ടെന്ന് പൊട്ടും. അത് പൊട്ടി ബ്ലീഡ് ചെയ്ത് കണ്ണിനകത്ത് ബ്ലഡ് വരികയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഇത് ഗ്രാജ്വലി ഡാമേജ് വരുന്നത്. പക്ഷേ ഈ ഡയബറ്റീസ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല. ഡയബറ്റീസ് അൺകൺട്രോൾ ആയിട്ടുള്ള ഒരാളിന് 4-5 വർഷം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്താൽ ഒരുപക്ഷെ എനിക്ക് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അതുണ്ടായിരിക്കാം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഈ ചുമ്മാതെ ഡയബറ്റീസ് ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരാൾ വന്ന് കണ്ണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ണിനകത്ത് ചെറിയ ബ്ലീഡിങ് സ്പോട്ടുകളൊക്കെ കാണും. അപ്പോൾ നമ്മൾ ചോദിക്കും ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഇവർക്ക് ഡയബറ്റീസ് അവരുടെ അറിവിലില്ല. നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ബ്ലഡിൽ ഡയബറ്റീസ് ഉണ്ടാവും. അപ്പോഴായിരിക്കും ഒരുപക്ഷെ അറിയുന്നത് തന്നെ. അപ്പോൾ ഈ ഡയബറ്റിക് ചേഞ്ച് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഒരാളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ട് ഇയാൾക്ക് ഡയബറ്റീസ് കൊണ്ടുള്ള ഡാമേജ് ശരീരത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഡാമേജ് വന്ന് കുറേശ്ശെ ഇത് കൂടി വരും. ഒരു ലെവൽ കഴിയുമ്പോൾ രക്തക്കുഴലുകൾ പൊട്ടാൻ തുടങ്ങും. കണ്ണിൻ്റെ ഈ മാക്കുല എന്ന് പറയുന്ന ഭാഗമുണ്ട്, സെൻട്രൽ ഏരിയ, അവിടെ നീര് ഉണ്ടാവും. നീരെന്ന് പറയുന്നത് ഈ കണ്ണിൻ്റെ ഞരമ്പാണല്ലോ റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന നമ്മൾ ഈ ശരീരത്തിൽ എവിടെയെങ്കിലും നീര് കിട്ടുന്ന പോലെ റെറ്റിനയിൽ മാക്കുല എന്ന് പറയുന്ന കാഴ്ചയുടെ പ്രധാനമായിട്ട് കാഴ്ച ഉള്ള ആ സ്ഥലത്തിൻ്റെ നടുക്ക് നീരുണ്ടാവും. ആ നീര് ഈ രക്തക്കുഴലുകളിലുള്ള ലീക്കേജ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് കാരണം കാഴ്ച തെളിച്ചം കുറയും. ഈ ബ്ലീഡിങ് അപ്പുറത്തൊരു സ്ഥലത്ത് കൂടി ബ്ലഡ് പൊട്ടി ഈ വിട്രിയസ് ക്യാവിറ്റിക്കകത്ത് നിറയും. കണ്ണിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കണ്ണിൻ്റെ മുന്നിൽ കോർണിയ, അതിൻ്റെ പുറകിൽ കൃഷ്ണമണി, പ്യൂപ്പിൾ പോലെ കൃഷ്ണമണി വികസിക്കുന്ന കൃഷ്ണമണി, അതിൻ്റെ പുറകിലെ ലെൻസ്, അതിൻ്റെ പുറകിൽ ഒരു ജെല്ല് പോലത്തെ ഒരു ദ്രാവകം ഉണ്ടാവും, വിട്രിയസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പുറകിലാണ് ഈ റെറ്റിന ഫുള്ള് ഉള്ളത്. നമ്മളത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബോളിനകത്ത് ഒരു പേപ്പർ ചുറ്റും ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് റെറ്റിന കണ്ണിനകത്ത് ഇരിക്കുന്നത്. എന്നിട്ട് ഈ ബോളിനകത്തുള്ള സർഫസിലാണ് ഈ വിട്രിയസ് ജെല്ലിരിക്കുന്നത്. അപ്പോൾ ഈ റെറ്റിനയിലുള്ള രക്തക്കുഴലുകളിൽ നിന്ന് ബ്ലഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ വിട്രിയസ് ജെല്ലിലേക്ക് പടരും. ഈ ജെല്ലിലേക്ക് പടരുമ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ പറയും, ഇങ്ങനെ എന്തോ ഒഴുകി വരുന്നത് പോലെ തോന്നിയെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ ഈ രക്തക്കുഴൽ എവിടെയെങ്കിലും പൊട്ടിയിട്ട് അവിടെ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകി നല്ല സുതാര്യമായിട്ടുള്ള വിട്രിയസ് ജെല്ലിൽ കലരുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ള് കലർന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കാഴ്ച ബ്ലോക്കാവും. ചിലർ വന്ന് പറയും പെട്ടെന്ന് കാഴ്ച മറഞ്ഞു എന്ന് പറയും. ചിലപ്പോൾ ഈ നോക്കുമ്പോൾ ഇതുപോലെ ബ്ലഡ് ഫുള്ള് വലിയ ഏതെങ്കിലും രക്തക്കുഴൽ പൊട്ടി നല്ല ബ്ലീഡ് ചെയ്ത് ഡാമേജ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അതിനെ നമ്മൾ വിട്രിയസ് ഹെമറേജ് എന്ന് പറയും. അപ്പോൾ ഡയബറ്റീസ് വന്നിട്ട് ഈ രീതിയിലാണ് ഇത് ക്രമേണ ഞരമ്പ് ഡാമേജ് വരിക, നീര് വരിക, ബ്ലീഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരും. ഇതൊക്കെ വന്നിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഞരമ്പ് അവിടെ നിന്നൊക്കെ ചുരുണ്ടുകൂടി ഇളകും. അതിനെ നമ്മൾ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും. റെറ്റിന വലിവ് കാരണം അവിടെ ഇളകി പോകും. അപ്പോൾ ഇങ്ങനെ റെറ്റിന ഈ അറ്റത്ത് ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പുറകിൽ നിന്നുള്ള രക്തമൊക്കെ ആവശ്യത്തിനുള്ള ഓക്സിജനൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ റെറ്റിന സർഫസിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് പോകും.
ലൈഫ് പോയി കഴിഞ്ഞാൽ അതിന് കാഴ്ച എടുക്കാനുള്ളൊരു കപ്പാസിറ്റി പോകും. അപ്പോൾ അത് മാത്രമല്ലാണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലോ രക്തോട്ടം ബ്ലോക്ക് ആവുന്നു. രക്തോട്ടം ബ്ലോക്കായി കഴിഞ്ഞാലും ഇസ്കീമിയ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കാഴ്ച എടുക്കാനുള്ള ഒരു എബിലിറ്റി കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാമേജുകളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുണ്ടാകുന്നത്. ഇതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഡയബറ്റിക് കൺട്രോൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഡയബറ്റിക് കൺട്രോൾ, പിന്നെ ഈ ലേസറുകൾ ആവശ്യമുണ്ടെങ്കിൽ ലേസറുകൾ കൊടുക്കുക, ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക, സർജറി ചെയ്യേണ്ടി വന്നാൽ സർജറി ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഇതിൽ ഡയബറ്റിക് കൺട്രോൾ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു ഡാമേജൊക്കെ വന്ന റെറ്റിനയൊക്കെ ഡാമേജ് ആയിരിക്കണം. അപ്പോൾ അത് ഡയബറ്റിക് ഡയബറ്റിക് സ്റ്റാറ്റസ് കൊണ്ടൊക്കെയാണ് ഇത് വന്നത്. നമ്മൾ ഇതിനൊരു ചില ലേസറോ എന്തെങ്കിലും കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൺട്രോളാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഡയബറ്റിക് സ്റ്റാറ്റസ് അൺകൺട്രോൾ ആണെങ്കിൽ ഇത് വീണ്ടും മോശമായിക്കൊണ്ടതിരിക്കും. കാരണം ചുമ്മാ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ തീയിൽ കാണിച്ച് പൊള്ളിയിട്ട് നമ്മൾ എല്ലാം മരുന്ന് വെച്ച് കെട്ടിയിട്ട് വീണ്ടും എല്ലാം റെഡി ആയതിനു ശേഷം വീണ്ടും തീയിൽ കൊണ്ടുവയ്ക്കുന്ന പോലത്തെ അവസ്ഥ. അപ്പോൾ ഡയബറ്റിക് കൺട്രോൾ ബേസ് ലൈനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിലാണ് ഈ ലേസർ ചികിത്സകളും ഇഞ്ചക്ഷനുകളൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ പലരും ഒ പിയിൽ വരുമ്പോൾ നമ്മൾ ഈ ലേസർ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ പേടിച്ചു. കണ്ണിലെ ഷുഗർ ബാധിച്ചിട്ടുണ്ട്, അതിന് കുറച്ച് ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞ് പേടിച്ചു. ലേസർ കാഴ്ചയെ ഭയങ്കരമായിട്ട് നമ്മളെ ഉള്ള കാഴ്ചയും കൂടി പോകുമെന്നൊക്കെയുള്ള പേടി പറയാറുണ്ട്. അപ്പോൾ അവരുടെ പറയാറുള്ളത് ലേസർ എന്ന് പറയുന്നത് ഒരു ലൈറ്റിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് ലൈറ്റ് ബീമാണല്ലോ, സിംഗിൾ വേവ് ലെങ്തുള്ള ലൈറ്റ് ബീമാണല്ലോ, കോൺസെൻട്രേറ്റഡ് ലൈറ്റ് ബീം. നമ്മൾ ഈ ലേസർ ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ ഡാമേജ് ആയിട്ടുള്ള റെറ്റിനയുടെ കുറേ ഭാഗങ്ങളിലേക്കുള്ള ഈ അത് കട്ട് ചെയ്ത് കുറയ്ക്കുക, ഓക്സിജൻ്റെ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട ഭാഗത്തുള്ള ഞരമ്പുകളെ നിലനിർത്തിക്കൊണ്ട് അപ്രധാനമായിട്ടുള്ള ഭാഗത്തുള്ള ഞരമ്പുകളെ നമ്മൾ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. കാരണം ഒരു റൂമിനകത്ത് ഒരു 100-200 ആൾക്കാരുണ്ടെന്ന് വയ്ക്കുക, ഈ റൂമിനകത്ത് വളരെ 5 പേർക്കുള്ള ഭക്ഷണം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 5 പേരെ മാത്രമെങ്കിലും നിലനിർത്തിയാൽ അവരെ നിലനിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും. ബാക്കി അപ്രധാനമായിട്ടുള്ള ബാക്കി അത്രയും ആൾക്കാരെ അവർക്ക് ഭക്ഷണം കൊടുക്കില്ല, ഈ 5 പേർക്ക് മാത്രമുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന പോലെയാണ്. റെറ്റിനയുടെ പ്രധാനപ്പെട്ട സെൻട്രൽ ഭാഗത്ത്, മാക്കുല എന്ന് പറയുന്ന ഭാഗത്തോട്ടുള്ള രക്തോട്ടം നിലനിർത്തിക്കൊണ്ട് ബാക്കി സ്ഥലങ്ങളിലോട്ടുള്ള റോഡ്സിനെയും കോൺസിനെയൊക്കെ നമ്മൾ ഡാമേജ് ചെയ്ത് കളയും. അപ്പോഴത്തേക്ക് അവിടത്തേക്ക് ഉള്ള ഓക്സിജൻ ഡിമാൻഡ് കുറയും. ഈ ഉള്ള ഓക്സിജൻ സെൻട്രൽ ഏരിയയിൽ മാത്രമേ ഉള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ ഓക്സിജൻ ഫ്ലോയും സെൻട്രൽ ഏരിയയിലേക്ക് മാത്രം കിട്ടും. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയും കംപ്ലീറ്റ് കാഴ്ച നഷ്ടത്തിലേക്ക് പോകാനുള്ള റിസ്ക് ഭയങ്കരമാണ്. അപ്പോൾ ഈ ലേസർ ചെയ്യുന്നത് കൊണ്ട് ഉള്ള കാഴ്ച അല്ലെങ്കിൽ കൂടുതൽ കാഴ്ച ഡാമേജ് വരുന്ന അവസ്ഥ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഈ ലേസർ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഇവർ മറ്റെന്തെങ്കിലും ചികിത്സാ മാർഗ്ഗങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയും ഇത് ലേസർ ചെയ്തേ പറ്റുള്ളൂ, ലേസർ ചെയ്യുമ്പോൾ 3 സിറ്റിംഗ് ലേസർ മിനിമം വേണ്ടി വരും. ചിലപ്പോൾ ഈ സെൻട്രൽ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു സിറ്റിംഗ് മതിയായിരിക്കും, ചെറിയ നീരൊക്കെയാണ് വരുന്നതെങ്കിൽ. അല്ല കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ മിനിമം 3 സിറ്റിങ്ങോ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ 4, 5, 6 സിറ്റിംഗ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും, ഡിപ്പെൻഡിങ് ഓൺ ദി ലെവൽ ഓഫ് നെസസിറ്റി. അപ്പോൾ കൂടുതൽ ഈ ലേസർ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ഇവർ പിന്നെ ആ ഏരിയയിൽ വരത്തില്ല. വേറെ എന്തെങ്കിലും ചികിത്സ എന്നൊക്കെ പറഞ്ഞു പോയി കുറേ ദിവസം നടന്നു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരാറുണ്ട്. ഇതൊക്കെ ഈ ഞരമ്പെല്ലാം രക്തം ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുകയും ഞരമ്പൊക്കെ ഇളകി ട്രാക്ഷണൽ ഡിറ്റാച്ച്മെൻ്റ് അടിച്ച് ഭയങ്കരമായിട്ടുള്ള ഡാമേജ് ഉണ്ടായി വരും. ആ സമയത്ത് നമ്മളിത് തിരിച്ച് വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ എത്തുമായിരിക്കും. കാരണം ഈ ഉള്ള ഇമ്പോർട്ടൻ്റ് നെർവ്സും കൂടി ഡാമേജ് ആയി പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ലേസർ എടുക്കേണ്ട അവസ്ഥയിൽ ഈ ഡയബറ്റിക് സ്റ്റാറ്റസ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കുക തന്നെയാണ് സേഫ്. അല്ല അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൂടുതൽ ഡാമേജിങ് ആയിട്ടുള്ള അവസ്ഥയിലേ എത്തുകയുള്ളൂ എന്നുള്ളത് ഇത്രയും കാലത്തെ ഒരു
ബേസിക് സയൻറ്റിഫിക് ഇൻഫർമേഷൻ വെച്ച് വളരെ വ്യക്തമാണ്.